ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെക്കോർഡ് റൈറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ റെക്കോർഡ് റൈറ്റിങ്ങിന് വേണ്ടി എടുത്തിട്ടുള്ളത് കെമിസ്ട്രിയാണ്. ഞാൻ രാവിലെ തന്നെ എഴുതാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ എന്താ എഴുതേണ്ടതെന്ന് വരെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൂഗിളൊക്കെ റെഫർ ചെയ്ത് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ടാണ് ഇത് എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ ഏത് കാര്യം തുടങ്ങിയാലും തുടങ്ങുമ്പോഴത്തെ ഇൻട്രസ്റ്റ് പിന്നീട് ഉണ്ടാവില്ല. വെക്കേഷൻ്റെ ഫസ്റ്റത്തെ മാസം തന്നെ പുറത്തെല്ലാം പോയി പിന്നെ എഴുതാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മടി കാരണം അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചു. അവസാനം ഇപ്പോഴാണ് എഴുതാനായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇത്ര ഒരു ലിമിറ്റ് വെച്ചു, കെമിസ്ട്രി ഇത്രയും എഴുതി തീർക്കണം. ആകെ ഞങ്ങൾക്ക് 9 പേജ് എന്തോ എഴുതാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ അന്നത്തെ ദിവസം തന്നെ എഴുതി വെക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ രാവിലെ എഴുതി തുടങ്ങിയതാട്ടോ. 2 മണിക്കൂർ കൊണ്ട് തന്നെ എനിക്ക് എല്ലാം എഴുതലും അതുപോലെ തന്നെ വരച്ചു തീരലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ സ്കൂളിലെ റെക്കോർഡൊക്കെ എഴുതാൻ തന്നിട്ടുണ്ടോ എന്ന് പറയാം. ഞങ്ങൾക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ടാണ്. ഇപ്പോൾ ചില സ്കൂളുകളിലൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് തന്നത് നന്നായില്ലെങ്കിൽ പിന്നെ +2ൻ്റെ കൂടെ തന്നെ എഴുതേണ്ടത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. വെക്കേഷൻ തന്നെ തന്നിട്ട് ഞാൻ എഴുതണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് എന്തായാലും വെക്കേഷൻ തന്നത് നന്നായി എന്ന് തോന്നി. കാരണം അത്രയും നമ്മുടെ എഴുതി കഴിയുമല്ലോ. മറ്റേ സ്കൂളുകളിലൊന്നും ഇപ്പോൾ ചിലർക്കൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് കേട്ടത്. എന്തായാലും ഇപ്പോൾ കുറച്ചേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി അതേ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ എന്നൊരു ആശ്വാസമുണ്ട്. എന്തൊക്കെ വലിയവർ റെക്കോർഡ് എഴുതുന്ന കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, എഴുതണം ഭയങ്കര ആഗ്രഹമൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്ക് ഇത് എഴുതേണ്ട സമയം വരുമ്പോഴാണ് എത്രയും ബുദ്ധിമുട്ടുണ്ട്. കുറേ നാൾ നമ്മളിരുന്ന് എഴുതി വരച്ച് കുറേ കഷ്ടപ്പെടണം. പക്ഷെ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നില്ല. മറ്റുള്ളവരുടെ എഴുതാനൊക്കെ കൊടുക്കാറുണ്ട് വരയ്ക്കാനും. പക്ഷെ എൻ്റെ റെക്കോർഡിൽ ഞാൻ തന്നെയാണ് വരയ്ക്കലും എഴുതലൊക്കെ ചെയ്യുക. എന്നാലാണ് എനിക്കൊരു ഇത് വരുള്ളൂ. പിന്നെ ഞാൻ അത്യാവശ്യം നീറ്റായിട്ട് എഴുതാനൊക്കെ നോക്കാറുണ്ട്. പിന്നെ ഞാൻ എത്രയൊക്കെ ശ്രദ്ധിച്ച് വരച്ചാലും എവിടെയെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും. ചിലത് എഴുതാനൊക്കെ ആയിട്ട് വിട്ടുപോകും. അപ്പോൾ ഞാൻ ലാസ്റ്റ് പേജിൽ എഴുതി വയ്ക്കും. ഞാനിപ്പോൾ എഴുതി കഴിഞ്ഞ റെക്കോർഡുകളിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എത്ര ശ്രദ്ധിച്ചാലും ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ അത് കാരണം കൊണ്ട് അത്യാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇനി എനിക്ക് ഫിഗർ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കണമുണ്ടായിരുന്നു. ഫിഗർ വരയ്ക്കൽ എനിക്ക് അത്ര ഈസി അല്ല. എഴുത്ത് പിന്നെ ഞാൻ ഫസ്റ്റ് കഴിച്ച് വെച്ചിട്ട് ലാസ്റ്റായിരുന്നു ഫിഗറൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇല്ലെങ്കിൽ ഫിഗറും വരയ്ക്കാൻ ആദ്യം ഫിഗർ വരച്ച് കഴിഞ്ഞാൽ റൈറ്റിങ് നടക്കില്ല. അപ്പോൾ ഞാൻ ആദ്യം എഴുതിയിട്ട് ഫിഗറൊക്കെ വരയ്ക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഈ 2xലും 3xലും ഇടുമ്പോൾ ഈ സ്പീഡ് കാണുന്ന പോലെ അല്ലായിരുന്നു. ഞാൻ ശരിക്കും എഴുതിയപ്പോൾ അത്യാവശ്യം സമയം എടുത്തിട്ടായിരുന്നു ഇതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. സ്പീഡിലിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട്, പെട്ടെന്ന് എഴുതി തീരാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ അത്യാവശ്യം സമയം എടുത്ത് വൃത്തിക്ക് ഞാൻ വൈറ്റ്നറൊന്നും യൂസ് ചെയ്യാണ്ടായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിനിടയ്ക്ക് ചെറിയ മഴയും പെയ്തു. അപ്പോൾ അതൊക്കെ ആസ്വദിക്കാൻ ഞാൻ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് എഴുതണമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ പിന്നെ അധികം നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ പുറത്ത് പോയി കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തിട്ടാണ് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ നിൽക്കുമ്പോഴായിരിക്കും മഴ പെയ്യുക. അപ്പോൾ പിന്നെ ജസ്റ്റ് അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകും. പിന്നെ ഞാൻ ബാക്കി വന്നിട്ട് വീണ്ടും ഇതെന്നെ കണ്ടിന്യൂ ചെയ്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് വൈകിട്ട് പാട്ടൊക്കെ വെച്ചിരുന്ന് എഴുതാനൊക്കെ നല്ല രസമാണെങ്കിലും വൈകിട്ട് പലപ്പോഴും ഞാൻ എഴുതാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഉറക്കം കാരണം ഞാൻ കിടന്നു പോകാറുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ട് പിന്നെയാവാമെന്ന് വെച്ചിട്ട് ഇത്രയും നേരം വൈകി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ലേറ്റ് ആക്കണ്ട, ഇപ്പം തന്നെ എഴുതി കംപ്ലീറ്റ് ആക്കാമെന്ന്. അങ്ങനെ എൻ്റെ എഴുതലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വരയ്ക്കലായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ സ്കെയിൽ കാണാനുണ്ടായിരുന്നില്ല. സ്കെയിൽ കാണാത്തത് കൊണ്ടാണ് ഞാൻ ഈ ബാംബൂ സ്റ്റിക്ക് വെച്ച് വരയ്ക്കണത്. സ്കൂളിൽ പൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് തന്നെ നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ കൊണ്ടുവയ്ക്കും. പിന്നെ എവിടെ വെച്ചതൊന്നും ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ അവസാനം ഇപ്പോൾ എനിക്ക് സ്കെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തപ്പി പിടിച്ച് എവിടെന്നോ ഞാൻ കണ്ടുപിടിച്ച് കൊണ്ടുവന്നു. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഫിഗറുകളൊന്നും അത്ര കറക്റ്റ് ആവില്ല. അപ്പോൾ എന്തായാലും ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.